നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 32-ാം തീയതി. ഇന്നലെ നമ്മൾ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ ശ്രീരാമചന്ദ്രനെ അയോധ്യാവാസികൾ സ്വീകരിച്ചതായിട്ടുള്ള രംഗം, അത്യാനന്ദത്തോടുകൂടി സ്വീകരിച്ചതായിട്ടുള്ള രംഗമാണ് പാരായണം ചെയ്തത്. ഇന്നത്തോടെ ഈ വർഷത്തെ കർക്കിടക മാസം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ പാരായണവും നമ്മളിവിടെ വെച്ച് പൂർണ്ണമാക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ രാജ്യാഭിഷേകം വർണ്ണിച്ച് രാമരാജ്യഫലം, ശ്രീരാമചന്ദ്രൻ രാജ്യം വാണ സമയത്ത് എന്തൊക്കെയാണ് ആ ദേശത്ത് ഉണ്ടായിരുന്നത്, എന്ത് ഐശ്വര്യപൂർണമായിരുന്നു ആ രാജ്യം, രാമരാജ്യം എന്ന് വർണ്ണിക്കുകയാണ്. അതുപോലെ തന്നെ അധ്യാത്മരാമായണം പാരായണം ചെയ്താൽ ഉണ്ടാകുന്ന ഫലം, ശ്രീരാമചന്ദ്രൻ തൻ്റെ ജീവിതം കൊണ്ട് എന്തൊന്ന് നമുക്ക് കാണിച്ചു തന്നു, അതിൽ നിന്ന് നമ്മൾ എന്തൊന്ന് ഉൾക്കൊള്ളണം, അത് സ്വാംശീകരിക്കണം, സ്വന്തം അംശമാക്കി തീർക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. ശ്രീരാമചന്ദ്രൻ സരയൂവിൽ ഇറങ്ങിപ്പോകുന്ന സമയത്തും ഹനുമാൻ സ്വാമി ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. തനിക്ക് രാമനാമം ജപിക്കണം എന്നുള്ള മോഹമാണ് ഹനുമാൻ സ്വാമിക്ക്. മുക്തിയേക്കാൾ വലുതാണ് ഭക്തി എന്ന് സമർത്ഥിക്കുന്നതായിട്ടുള്ള രംഗമാണത്. ആ രാമമന്ത്രം ഉരുവിടുക, രാമനിൽ അലിഞ്ഞു ചേരാനുള്ള ഭക്തി ഉണ്ടാകുക, അതാണ് രാമായണ മാസാചരണം കൊണ്ട് ഋഷിവര്യന്മാർ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള കാര്യം പറഞ്ഞു തന്നിരിക്കുന്നത്. അതിലേക്ക് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന കൃതാർത്ഥതയോടുകൂടി രാമായണത്തിൻ്റെ ഫലശ്രുതിയും കൂടി പാരായണം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ ഈ കർക്കിടക മാസ രാമായണ പാരായണം പരിപൂർണമാക്കുകയാണ്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ജാനകീദേവിയോടും കൂടി രാഘവനാനന്ദമുൾക്കൊണ്ടു രാജഭോഗാൻവിതം
അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ പരീക്ഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരദാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ. നോക്കുമാറില്ലാരുമേ പരദാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോ ഇതിൽ പരം. വൈകുണ്ഠ ലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാർ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം. അധ്യയനം ചെയ്യൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ചൊൽക്കലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യയുവതി കെട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും. അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ. ഭീതനിതു കേൾക്കിൽ
നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിലാന അനാതുരനായി വരും ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകുമാധികളെല്ലാം അകന്നു പോം നിർണയം ദേവപിതൃഗണ താപസ മുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം അകലവും അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരനദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം.